ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനായിട്ട് ചൂസ് ചെയ്ത ആളാണ്, അപ്പോൾ പിന്നെ മൈറ്റ് ആസ് വെൽ ജസ്റ്റ് അഡ്ജസ്റ്റ് സം മോർ. നാർസിസിക് ബിഹേവിയർ ഉള്ള ഒരാൾ അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് ഈ കുട്ടികളെ, ഈ ആരാണോ കൂടെയുള്ളത് അവരെ ഒരു ഡിപ്പെൻഡൻസ് ട്രെയിനിലോട്ട് കൊണ്ടുപോകും. അതായത് ചേട്ടൻ കുറച്ച് ദേഷ്യക്കാരനാകട്ടോ, ഇന്നത്തെ കാലത്ത് നീ ഒരു അപമാനമായി ഇന്നത്തെ പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് ഈ കുട്ടികളെ, ഈ ആരാണോ കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം 2 ഹാർട്ട് ബ്രേക്കിംഗ് സൂയിസൈഡ്സ് ആണ് ഷാർജയിൽ ഉണ്ടായത്. ഡൗറിയാണ് റീസൺ എന്ന് കുറേ പേരൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ എം ഷുവർ ദർ ഇസ് എ ലോട്ട് മോർ ദൻ ദാറ്റ്. ദർ ഇസ് ഇമോഷണൽ മാനിപ്പുലേഷൻ, ദർ ഇസ് ട്രോമ ബോണ്ടിങ്, ദർ ഇസ് എ ലോട്ട് മോർ ഇമോഷണൽ കൺട്രോൾ ദറ്റ് ഹാപ്പൻസ്. സോ ഇന്ന് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നി അതുതന്നെയാണ് സംസാരിക്കേണ്ടതും. ഞാൻ ഓൺ എയറും ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദറ്റ് കോൺവെർസേഷൻ. സോ ടുഡേ അഗൈൻ വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ. വെരി വെരി ബിഗ് വെൽക്കം അഗൈൻ ഡോക്ടർ. താങ്ക് യു മായ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അഗൈൻ വളരെ സങ്കടത്തോടെയാണ് നമ്മൾ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് താനും. സോ യുനോ ആസ് വി റൈറ്റ്ലി സെഡ്, ഇപ്പം ടോക്സിക് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ്, ബ്രെഡ് ക്രംബിങ്, ഈ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒരു പക്ഷേ നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് വരുമ്പോൾ അവരതിനെ നേരിടുന്നതും അവർക്ക് നേരിടാൻ പറ്റാത്തപ്പോൾ സംഭവിക്കുന്ന വിപത്തും ഒക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കേൾക്കുമ്പോൾ തന്നെ, അതായത് ആ കുട്ടിയുടെ അബ്യൂസിനെ കുറിച്ച് പല ആൾക്കാരും കേൾക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ സർക്കുലേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇതെന്താണിത്, ഇവരൊക്കെ എന്തിനാണ് ഈ അബ്യൂസ് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. കറക്റ്റ്. ആൻഡ് അതൊരു യാഥാർത്ഥ്യമല്ലേ. നമ്മളെ ഇങ്ങനെ ആടിക്കുകയും ഇടിക്കുകയും, ഈവൻ എനിക്കറിയില്ല, ഒരു കുട്ടിയുടെ ഞാൻ കണ്ടത്, എനിക്കൊന്ന് ഡോക്ടർ തന്നെ ഷെയർ ചെയ്ത പിക്ചറിനകത്ത് ബോയിൽസ്, എന്താണ് സിഗരറ്റ് സ്റ്റബ് ചെയ്തതാണോ, സോ ബോയിൽസ് ആണ് ആ കുട്ടിയുടെ മേത്ത് മുഴുവൻ. സോ വൈ ഡു പീപ്പിൾ പുട്ട് അപ്പ് വിത്ത് അബ്യൂസ്? ഓക്കെ, ഇതാണിപ്പോൾ ഒരു മേജർ ചാലഞ്ച്. ഇപ്പം ഞാനും ഇതൊരു റിസേർച്ച് ചെയ്തൊരു കാര്യമാണ്. പഠിക്കുമ്പം മുതൽ ഞാൻ റിസേർച്ച് ചെയ്തൊരു കാര്യമാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യവും, ഇതിപ്പം നമ്മുടെ 2 കേസസ് അല്ല. ഇന്ന് പോലും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ന്യൂസ് തുടർന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടു ഒരു 3 ന്യൂസ് ഇന്ന് കണ്ടു. അപ്പം ഇതിൻ്റെ എല്ലാം പാറ്റേൺ നോക്കിയാൽ സെയിം ആണ്. നമുക്കെല്ലാം ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഇതാണ്, എന്തുകൊണ്ട് ഇവരിത് അനുഭവിക്കുന്നു. കാരണം അവരുടെ ഒരുപാട് വോയിസ് മെസ്സേജ് ഉണ്ടാവും, ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ചതുണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, സെയിം സ്റ്റോറിയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിനകത്തൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഇതിങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരെന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള പല ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഫാമിലിക്കും കമ്മ്യൂണിറ്റിക്കും നമ്മുടെ വേൾഡിനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് സംഭവിക്കുന്നത് മോസ്റ്റ്ലി ഈ പെൺകുട്ടികൾ, ഇപ്പം ആരാണോ ഇത് അനുഭവിച്ച് ജീവിക്കണം, അവർക്കൊരു മേജർ റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം ഒരാളൊരു മാരേജിലോട്ട് വരുമ്പം ഈ അബ്യൂസർ അവർ മോസ്റ്റ്ലി അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നാർസിസിക് ആയിരിക്കും, അതും അല്ലെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിരിക്കും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കും. ഇവരിലെല്ലാം ഒരു ഓൾമോസ്റ്റ് സിമിലർ ട്രേറ്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇവർ ആദ്യമേ ഈ പെൺകുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുന്നതും ഇതായിരിക്കും, ഞാൻ ഭയങ്കര ലോൺനെസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ടില്ല, നീ കരുതുന്നോലല്ല, അവരൊന്നും എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ചിലപ്പം വീട്ടിൽ അവർക്ക് കുട്ടിക്കാലത്ത് ചില അബ്യൂസും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഹവർ ഇവരിത് ഈ പെൺകുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് നീ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗോയിങ് ഫർദർ ഇവർ കൊടുക്കുന്ന ഒരു ലവ് ബോംബിങ്, അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, പ്രിയദർശൻ മൂവീസ് പോലെയാണ്. അതായത് മഴ, വെള്ളം, കൊട, ഡാൻസുകാര്, കളറ്, എവിടെ തിരിഞ്ഞാലും കളറ്, ഓടി നടന്ന് ആഘോഷമായിരിക്കും. പിന്നെ സർപ്രൈസോട് സർപ്രൈസ്, എന്തു വേണം, പിന്നെ മോളെ, കുഞ്ഞെ, ഇങ്ങനെയുള്ള പാമ്പറിങ് വേർഡ്സും ഒക്കെ ആയിട്ട് ഇത് ഇനിഷ്യൽ ഡേയ്സ് ഇങ്ങനെയായിരിക്കും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ കേട്ടിരിക്കുന്നത് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ, അതായത് ചേട്ടൻ കുറച്ച് ദേഷ്യക്കാരനാകട്ടോ, ഈ ഒരു സൈഡും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു നോർമലൈസിങ് ടേം ആണ്. ഇപ്പൊ അമ്മമാരും അത് പറയും, മോന് ചിലപ്പോൾ ദേഷ്യം വന്നാൽ വെട്ടുകത്തി കൊണ്ടൊന്ന് കുത്തുവന്നേ ഉള്ളൂ. ജയ 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 എന്ന് പറയുന്ന സിനിമ, അയ്യോ അവൻ പാവാ, കുറച്ച് ദേഷ്യക്കാരനാണ്. അതെ,
നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവരിതിങ്ങനെ പറയുമെങ്കിൽ പോലും ഇവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരും. അത് നമ്മൾ അറിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പം കൂട്ടുകാരികൾക്കൊരു മെസ്സേജ് അയക്കുമായിരിക്കും. അപ്പം ഒരു തവണ ഇവർ നോട്ടീസ് ചെയ്യും, രണ്ടാമത്തെ തവണ നിനക്കപ്പോൾ എന്നെക്കാളും ഇഷ്ടം അവരോടാണ് അല്ലേ, നീ അവരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ ഗ്രൂപ്പിലൊക്കെ ഒരു ആൺകുട്ടികൾക്കൊരു മെസ്സേജ് ഇട്ടു കഴിഞ്ഞു. അപ്പോഴത്തേനും ഇവർ സ്വന്തമായിട്ട് കഥ മെനയാൻ തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഈ സ്നേഹമുണ്ടല്ലോ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് അവർക്ക് സംശയമില്ല. അപ്പോൾ ആ പാർട്ട്ണറിനെ കുറിച്ച് അവർക്ക് ഒരു ഡൗട്ടും ഇല്ല. അവർ ഓർക്കുന്നത് ശരിയാണ്, എൻ്റെ ഹസ്ബൻഡിനൊരു ഫ്രണ്ട് ഇല്ലല്ലോ, അദ്ദേഹം പെൺപിള്ളേരോടൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ കാണുന്നില്ല, അപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടിയല്ലേ, എൻ്റെ ലൈഫിന് വേണ്ടിയല്ലേ, അപ്പോൾ അത് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ സിസ്റ്റർമാരുടെ കൂടെ ബ്രദർ ഇൻലോയുടെ കൂടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഒക്കെ അവർ ചോറ് വാരി കൊടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സ്നേഹപ്രകടനം കാണിക്കുമ്പോൾ ഇദ്ദേഹം പൊസസീവ് പോലെ കാണിക്കും. നമ്മുടെ നാട്ടിൽ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ കേട്ടിട്ടില്ലയോ, ഒരു പൊസസീവ്നെസ് കാണിക്കും. അതായത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ, നിന്നെ വേറൊരാൾ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇതെല്ലാം ഓർത്തിട്ട് എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം, അപ്പോൾ ഇവർ ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങും, പല കാര്യങ്ങളും പറയാതാവും. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇവർ ഫാമിലി ആരെങ്കിലും കാണുമോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ശരിയല്ല എന്ന് ഇവർ റിമൈൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ പറയും, ഉടനെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും, കണ്ടോ അവർക്ക് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നൊരു ജലസ, നമ്മൾ ഭാര്യയും ഭർത്താവ് വന്ന് എനിക്ക് നിന്നോടല്ലേ പിണങ്ങാൻ പറ്റൂ, നിനക്ക് എന്നോടല്ലേ കാണിക്കാൻ പറ്റൂ, അപ്പം നീ ശ്രദ്ധിക്കണം, അവർ നമ്മളെ പിരിക്കാനുള്ള ശ്രമം. ഇങ്ങനൊരു ഡിസ്റ്റൻസും ഇദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആയിട്ടായിരിക്കും ഒരു ഫൈൻ ഡേ ഒരു കംപ്ലീറ്റ് വിഡ്രോവൽ. അതായത് വിഡ്രോവൽ ഇൻ ടേംസ് ഓഫ് മൈൻഡ് ചെയ്യുന്നില്ല, വിളിച്ചുകൊണ്ടിരുന്ന ആൾ വിളി കുറയുന്നു, പിന്നെ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇവർ ക്രേവ് ചെയ്യും, കാരണം ഇവരുടെ ഹ്യൂമൻ ബ്രെയിൻ പോലും അങ്ങനെയാണ് ഡെവലപ്ഡ് ആയിരിക്കുന്നത്. അതായത് പണ്ടൊരു സൈക്കോളജിസ്റ്റ് ഒരു എക്സ്പീരിമെൻ്റ് നടത്തിയായിരുന്നു. ഒരു റാറ്റിനെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് അതിൻ്റെ ആ ഇതിൽ പ്രസ് ചെയ്യുമ്പം ഒരു റൈസ് കിട്ടും, ഫുഡ് കിട്ടും. അപ്പോൾ ഈ റാറ്റ് എന്ത് ചെയ്യും, ഭയങ്കര എൻജോയ് ചെയ്യാണ്, ഓടി നടക്കും, ഈ ലിവറിൽ പ്രസ് ചെയ്യും, റൈസ് കിട്ടും. പെട്ടെന്ന് ഇവരെന്ത് ചെയ്തു, ഈ പാറ്റേണിനെ ഒന്ന് മാറ്റം വരുത്തി, ഈ ലിവർ പ്രസ് ചെയ്താൽ വരാതായി. അപ്പോൾ ഈ റാറ്റ് ഇതേ കിടന്ന് ജമ്പ് ചെയ്ത് കുറേ കഷ്ടപ്പെടുമ്പോൾ ഒരു റൈസ് കിട്ടും, ഒരു അരിമണി കിട്ടും. ഇതെന്ത് ചെയ്തു, പിന്നെയും ട്രൈ ചെയ്യും, എപ്പോഴെങ്കിലും കിട്ടും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈക്കോളജിക്കലി ഇതിൻ്റെ മൈൻഡ് പ്രിപ്പയർഡാണ്, ആ കഷ്ടപ്പെട്ടതെല്ലാം അങ്ങ് വെറുതെ അതിനെക്കുറിച്ചും ബോധേഡാവത്തില്ല. കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷം ഉണ്ടല്ലോ, പിന്നെ അടുത്ത അരമണിക്ക് വേണ്ടി വെയിറ്റിംഗാ. ഇത് തന്നെയാണ് ഈ ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുന്നത്. ഇതേ പാറ്റേൺ, അതായത് ഇവരോട് പറയുകയാണ്, ഇവരെ ഈ മാനിപ്പുലേറ്റഡ് രീതിയിൽ നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടും നീ കേൾക്കുന്നില്ല, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു അത് ചെയ്യരുത്, നിന്നോട് ഞാൻ കൂട്ടുകാരികൾക്ക് മെസ്സേജ് അയക്കില്ലെന്ന് പറഞ്ഞു, അവരാണെങ്കിൽ മാനിപ്പുലേറ്റേഴ്സാണ്, നിന്നോട് അതെല്ലാം പറഞ്ഞിട്ട് നീ എന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഈ സ്നേഹം നഷ്ടപ്പെട്ടു. ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവർ ഫിക്സ് ചെയ്ത് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും, കാല് പിടിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഇവർ മെൻ്റലി ഒന്ന് പ്രിപ്പയർഡായി, ശരിയായി ഇത് ശരിയാവില്ല എന്ന് വരുമ്പോഴായിരിക്കും പിന്നെയും ഇദ്ദേഹം വരും തിരിച്ചൊരു ലവ് ബോംബിങ്ങുമായിട്ട്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. ഞാനാണോ പ്രശ്നക്കാരി, കാരണം എൻ്റെ ഭർത്താവ് എത്രയും പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ, അദ്ദേഹം പറയുന്നതിലും ശരിയുണ്ടായിരിക്കും. എൻ്റെ ഒരു സെൽഫ് അവെയർനെസ് നഷ്ടപ്പെടും, ഒരു സെൽഫ് വേർത്തും നഷ്ടപ്പെടും. എൻ്റെ പ്രശ്നമാണെന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിക്കും. അതെ, നമ്മൾ തന്നെ നമ്മളെ ഡൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഈ ഒരു പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ കേസസിലെല്ലാം കണ്ടിട്ടില്ലേ, വീട്ടുകാർ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു കേസിൽ അവരുടെ അമ്മ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നീ ഒരു അപമാനമായി ഇന്നത്തെ പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ്, കാരണം നീ ഇപ്പോഴും അവൻ്റെ അടിയും തൊഴിയും കണ്ട് ഇവിടെ കിടക്കുന്നത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് നീ ഒരു അപമാനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഈ കുട്ടി ശരിയാകും അമ്മേ, ഇത് ശരിയാകും, ഒരു ദിവസം ശരിയാകും എന്ന് പറയും, 2 ദിവസം വന്ന് കരയും, 3 ദിവസം കഴിയുമ്പോൾ പേരൻസ് പോലും കൺഫ്യൂസ്ഡ് ആവും. കാരണം അവരോട് പറയും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റായി, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ പേരൻസ് കുറേ ട്രൈ ചെയ്യുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അവർ ഓർക്കുമായിരിക്കും ഇതിപ്പം ഇതിപ്പോൾ അവർക്കും യൂസ്ഡായി, അവരും ഹെൽപ്ലെസ്സായി, അവർ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പം ലാസ്റ്റിലാണ് അവസാനം ഇങ്ങനെയൊക്കെ അത് എൻഡപ്പ് ചെയ്യുന്നതും ഇവഞ്ച്വലി ആ ജീവിതവും നശിപ്പിച്ച് കളയുന്ന. ആർക്ക് വേണ്ടിയാ, എന്തിനാന്ന് അവർക്ക് പോലും ആൻസർ ഇല്ലാതെ നമ്മുടെ ഒരു സെൽഫ് വർത്ത് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും അത് എൻഡും ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ വായിക്കാൻ ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ലിസ്ണർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്ത് അവരൊരു ലോങ് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നതാണ്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 25 വർഷം മുന്നേ എനിക്ക് ഇതേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഈ ഷാർജയിൽ നടന്ന അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെയും സിറ്റുവേഷൻ. എനിക്ക് ലിറ്ററലി എന്നെ
സൂയിസൈഡിൻ്റെ വക്കത്ത് വരെയും എത്തിച്ച ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നും വളരെ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്ത് ഞാൻ ലെഫ്റ്റ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. എനിക്കൊരു ന്യൂ ബോൺ ബേബി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയപ്പോൾ ദേ കുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഫാക്ട് ആൻഡ് സെഡ് ഐ ഷുഡ് ഹാവ് ഡൈഡ് ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ബാക്ക്. സോ ഇനി ആൾക്കാരെന്ത് പറയും? അതായത് അവർക്ക് ആ ഒരു ഡിസിഷൻ ഒന്ന് ആ കുട്ടിയുടെ ഡിസിഷൻ കറക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും ആ കുട്ടി അവർ കാണിച്ചിട്ടില്ല. ആൻഡ് ഷീ സെഡ് ഇറ്റ് വാസ് ബീൻ എ വെരി ഡിഫിക്കൾട്ട് ഫേസ് ഫോർ മീ. കാരണം ഒരു കുട്ടീനെയും കൊണ്ടല്ലേ വളർത്താനായിട്ട് നിൽക്കുന്നത്, തന്നെത്താനെ നിൽക്കുന്നത്. ഓൾറെഡി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബേർഡനുമായിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. വേറെ ആരും നമ്മുടെ ചുറ്റുവട്ടത്ത് സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോൾ വാട്ട് ഡു പീപ്പിൾ ഡു? അതാണ് കാരണം ഇവരെ കാണിച്ചു കൊടുക്കുന്നതും ആ കോൺസിക്വൻസസ് ആണ്. അത് ഫാമിലിയിൽ നിന്നായിക്കോട്ടെ ഈ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന്. നീ അവിടെ പോയി എന്ത് ചെയ്യാനാ? ഈ പറയുന്ന നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ വീട്ടുകാരൊന്നും ആരും ഉണ്ടാകത്തില്ല. ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നു. ഈ രീതിയിലായിരിക്കും ഈവൻ കുടുംബത്തിൽ നിന്നും ഒരുപാട് കുടുംബങ്ങളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ കല്യാണങ്ങൾ ഒരുപാട് പൈസ മുടക്കി നടത്തുന്ന കല്യാണങ്ങളില്ലേ, അതും ഒരു ബാധ്യതയായിട്ട് കുട്ടികൾക്ക് മാറുന്നുണ്ട്. കാരണം നമ്മളാണെങ്കിലും എന്താണ് ഇപ്പോൾ വേറൊരു രീതിയിലൊന്നും ചിന്തിച്ചാൽ നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ പല രാജ്യത്തൊക്കെ പഠിക്കാൻ പോകും. അവിടെ കുട്ടികൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്നത് ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അവർ പറയുന്നതും ഇതാ, വീട്ടുകാർ ലോൺ എടുത്ത് 20-30 ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിച്ചിട്ട് പഠിക്കാൻ തന്നിട്ട് അതെങ്ങനെ തിരിച്ചടയ്ക്കും, ഞാൻ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ കിടന്ന് അവരങ്ങ് സ്ട്രഗിൾ ചെയ്യുവാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫേ ഇല്ലാത്ത രീതിയിൽ അവരനുഭവിക്കും. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും. അതായത് ഇതും ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഒരുപാട് പൈസ മുടക്കി ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വലിയ ആഘോഷവും നടത്തിയിട്ട് നാളെ ഒരു സമയത്ത് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ ഓർക്കുന്നത് ഇതൊക്കെയാണ്. അയ്യോ, എൻ്റെ അച്ഛൻ ഇത്രയും പൈസ മുടക്കി, ഇത്രയും കാശ് മുടക്കി, ഞാൻ ഇത്രയും കടങ്ങളുണ്ട്, ഞാൻ എന്നിട്ട് ഞാൻ എന്താ നേടിയത്? സാരമില്ല, ഇവിടെ കിടന്ന് മരിച്ചാലും വേണ്ടിയല്ലോ, ഇവിടെ കിടക്കാം എന്നുള്ളൊരു ചിന്തയിലോട്ട്. അതാണ് ഈ ട്രോമ ബോണ്ടിങ്. അതായത് ഒരു വിക്ടിം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സഫർ ചെയ്യുമ്പോൾ അവരുടെ സെൽഫ് ഓഫ് സെൻസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അവർ ഇതിനെ അങ്ങ് നോർമലൈസ് ചെയ്ത് ഇതിനെ ശീലമാകാൻ വേണ്ടി അവർ പഠിക്കും. പക്ഷെ ഒരു മനുഷ്യരല്ലേ, ഒരു ടൈം ആകുമ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ മൊമെൻറ്റിലാണ് ഇവർ ഇതുപോലത്തെ വലിയ വലിയ ഡിസിഷൻ എടുക്കുന്നത്. തിരിച്ചു പോക്കില്ല, എന്നാൽ ഇവിടെ കിടന്ന് ഇതങ്ങ് അവസാനിപ്പിക്കാം. നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കുട്ടികളെ ആണെങ്കിലും, അതായത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, വി നീഡ് ടു സെറ്റ് അവർ ബൗണ്ടറീസ്. കറക്റ്റ്. അത് ഏതൊരു റിലേഷൻഷിപ്പിൽ, അത് സുഹൃത്തിൻ്റെ കൂടെ, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, സുഹൃത്തുക്കളുടെ കൂടെ ആയിക്കോട്ടെ, കൊളീഗ്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, പേരൻസിൻ്റെ കൂടെ, സിബ്ലിങ്സിൻ്റെ കൂടെ, എനിബഡി ഫോർ ദറ്റ് മാറ്റർ, നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആൾക്കാരെ പഠിപ്പിക്കേണ്ടത്? ദിസ് ഇസ് സംതിങ് ഐ തിങ്ക് റൈറ്റ് ഫ്രം സ്കൂൾ we should be teaching people. അത് ടീച്ചേഴ്സിനോട് പോലും ആ ബൗണ്ടറി ക്രോസ് ചെയ്യരുത് എന്നുള്ളത് ഒരു കുട്ടിക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയാണ് ആ കുട്ടി അത് വോയിസ് ചെയ്യേണ്ടത്? അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം വേറൊരു കാര്യം ഇവിടെ ഉണ്ട് മായ. ഈ സിറ്റുവേഷൻ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടതൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റാണ്. കാരണം ഇവരൊരു നാർസിസിക് ബിഹേവിയർ ഉള്ള ഒരാൾ, അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് ഈ കുട്ടികളെ, ഈ ആരാണോ കൂടെയുള്ളത് അവരെ ഒരു ഡിപ്പെൻഡൻസ് ട്രെയിനിലോട്ട് കൊണ്ടുപോകും. ഡിപ്പെൻഡൻസ് പേഴ്സണാലിറ്റിയിലോട്ട് മാറ്റിയെടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ചില പെൺകുട്ടികളെയൊക്കെ കണ്ടിട്ടില്ല, ഒരു ഗ്ലാസ് ഒരു ബോട്ടിൽ പോലും പൊട്ടിക്കാൻ അറിയത്തില്ല, അടുത്തിരിക്കുന്ന ആൺകുട്ടികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കും. ഗ്യാസ് പോലും ഒന്ന് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. എല്ലാത്തിൽ നിന്നും അതായത് എനിക്കൊന്നും അറിയില്ല. ഈവൻ പല രീതിയിലുള്ള അബ്യൂസുകളും നമ്മൾ കണ്ടിട്ടുള്ളത്, ഫിനാൻഷ്യൽ അബ്യൂസ് ആയിക്കോട്ടെ, സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ, ഏത് കൈൻഡ് ഓഫ് അബ്യൂസിനകത്തും കണ്ടതിന് നിനക്കൊന്നും അറിയില്ല, നിൻ്റെ കയ്യിൽ പൈസ ഇരുന്നാൽ നീ ചിലവാക്കും. ഇങ്ങനെയുള്ള പല രീതിയിലും ഇവരെ ഒരു മാനിപ്പുലേറ്റീവായിട്ട് വെച്ചിട്ട് ആദ്യം മുതലേ ഇവർ ചിന്തിക്കുന്നത് എനിക്കൊന്നും അറിയില്ല, ഞാൻ ചെയ്താൽ തെറ്റാ. ഇവൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്താലും നീ ചിലപ്പോൾ അയച്ചിട്ട് വേണം നമ്പർ കൂടുതലിട്ട് വേറെ ആർക്കെങ്കിലും പൈസ പോകാം, നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ആ ഒരു ഫിയർ അങ്ങ് കൊടുത്തു കഴിയും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ ഡിപ്പെൻഡൻസി ട്രേറ്റ്സ് വന്നിട്ട് ഇവരെ നമ്മൾ മോസ്റ്റ്ലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും ഈ മാനിപ്പുലേറ്റഡ്, ആ അബ്യൂസർ നെവർ കം ഫോർ ദ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഫോർ ഷുവർ. അവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അവരെ സംബന്ധിച്ച് അവരെല്ലാം ശരിയാണ്, കാരണം അതൊരു ഡിസോർഡറാണ്, പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ കാര്യമാണ്. പക്ഷേ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് ഈ കുട്ടികളെയാണ്, ഈ പെൺകുട്ടികളെയാണ്. അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ
ഐഡൻറ്റിറ്റി മനസ്സിലാക്കുക. കാരണം അവർ അപ്പോഴും പറയുന്നത് ഞാനാണോ ശരി, എൻ്റെ വീട്ടുകാരാണോ ശരി, അവരെന്നോട് പറയുക പക്ഷേ എനിക്ക് ഇദ്ദേഹം ഇല്ലാതെ പറ്റില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ അന്നേരം അങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പോൾ ആ സെൽഫ് സെൻസ് തന്നെ നഷ്ടപ്പെട്ടൊരു മൊമെൻ്റാണ്. അപ്പം നമ്മൾ അവരുടെ വേർത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ആ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഇതിനെ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞായിരിക്കും ഇവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഡോക്ടർ പറയുന്നു അവർക്ക് തെറപ്പി വേണമെന്ന്. ബട്ട് ഞാൻ ഇതും കേട്ടിട്ടുണ്ട്, ദർ ഹാവ് ബീൻ കേസസ് വെയർ ദ വൈഫ് ആക്ച്വലി ആസ്ക്സ് ഫോർ എ തെറപ്പി, പക്ഷേ ഹസ്ബൻഡ് പറയും നിനക്കിപ്പോൾ തെറപ്പിയുടെ ആവശ്യം എന്താണ്, തെറപ്പിയുടെ ഒന്നും ആവശ്യമില്ല, നിനക്ക് അതിൻ്റെ ഒരു പ്രോബ്ലവും ഇല്ല, അതിന് ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതാണ് മെച്ചൂരിറ്റി. ഈ വിമൻ ആർ അവരെ ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. സോ അവർക്ക് വെളിയിൽ പോയി ഒരു തെറപ്പി സീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫോറം ഇല്ല അവിടെ. ഇല്ല. കാരണം അവർക്ക് എന്താണെന്നറിയോ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് ഞാൻ കേട്ടത്, അപ്പോൾ വൈഫിന് നമ്മളെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി എല്ലാം പ്രിപ്പയർഡായി. അപ്പോൾ ഹസ്ബൻഡ് ആ ദിവസങ്ങളിൽ ഒരു ലവ് ബോംബിങ് ചെയ്തു. കാരണം ആൾക്കറിയാം, ഇദ്ദേഹം കണ്ടിന്യൂസ്ലി റിമൈൻഡ് ചെയ്തു നിനക്കെന്തോ പ്രശ്നമാണ്, നിന്നെ കൊണ്ട് പൂട്ടിയിടണം, നിൻ്റെ കാലെ ചങ്ങലയിടണം, നിനക്ക് പ്രാന്താടി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണ് ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മൊത്തം മാനിപ്പുലേറ്റഡ് അവിടെ. പക്ഷേ എനിക്കത് ഫോണിൽ കൂടെ പറയണ്ട. ഞാൻ പറഞ്ഞു വായോ നമുക്ക് സംസാരിക്കാം. അന്നേരം ആൾക്ക് മനസ്സിലായി ഇതെല്ലാം തിരിഞ്ഞു വരും. അതിന് ഒരു ലവ് ബോംബിങ് ചെയ്തിട്ട് വല്ലവരോടും പോയി പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ ലൈഫ് നമ്മൾ സോൾവ് ചെയ്യാം. മായ പറഞ്ഞത് തന്നെ, ഞാൻ പറയുന്ന പോലെ നീ കേട്ടാൽ മതി, എല്ലാ പ്രശ്നവും സോൾവാ. ആ കുട്ടി എൻ്റെ അടുത്ത് വന്നില്ല. അതിൻ്റെ അനിയത്തി എന്നോട് മെസ്സേജ് വിടുമായിരുന്നു, ഡോക്ടർ അത് വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, പക്ഷേ അവളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ നോക്കൂ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അത് 100% ഞാൻ എഗ്രി ചെയ്യുന്നതാണ്. മെജോറിറ്റിയും അങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നതും. വാട്ട് ഈസ് ഗ്യാസ് ലൈറ്റിംഗ്? സി നമ്മൾക്ക് അറിയാം, ചില സ്ഥലത്ത് നമ്മൾ പറയത്തില്ലേ ദീസ് ആർ ഓൾ മേജർ റെഡ് ഫ്ലാഗ്സ്. പക്ഷേ ഇപ്പോൾ ഒരു വിട്ട് നിൽക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ സപ്പോസിങ് ഇപ്പം ഡോക്ടറിൻ്റെ ലൈഫിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഞാനൊരു തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് വെൻ ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ് ഐ നോ ദിസ് ഇസ് നോട്ട് ഓക്കെ, ഇത് ശരിയല്ല എന്നെനിക്ക്, അല്ലെങ്കിൽ വെൻ യു സീ മൈ ലൈഫ് യു ക്യാൻ സേ ദറ്റ് ദിസ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പം വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ റെഡ് ഫ്ലാഗ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഹൗ ഡു യു എഡ്യൂക്കേറ്റ് പീപ്പിൾ ടു ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്? വാട്ട് ആർ ദ റെഡ് ഫ്ലാഗ്സ് ദറ്റ് യു ഷുഡ് ഏർലി സൈൻ ഓഫ് ബീങ് കോഷ്യസ് ആവേണ്ടത് എന്താണ്? ഓക്കെ, നോർമലി ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കുന്നത് അവരെക്കുറിച്ചുള്ള ഇൻസൈറ്റ്സ് മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും മായയ്ക്കിപ്പം മായയുടേതായിട്ടുള്ളൊരു യങ്ങർ വേർഷൻ ഉണ്ട് അല്ലേ? ആ യങ്ങർ വേർഷനിൽ പ്രോബ്ലി കല്യാണം വരെയുള്ള മൊമെൻറ്റിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ ഫേസ് ചെയ്യുന്ന പെൺകുട്ടികളാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ആ മൊമെൻറ്റിൽ അവൾ ചിലപ്പം ഒരു നിസ്സാര കാര്യം മതിയായിരിക്കും അവൾക്ക് പൊട്ടിച്ചിരിക്കാം അല്ലേ, നിസ്സാര കാര്യം മതിയായിരിക്കും അവൾക്ക് പൊട്ടിക്കരയാനും അല്ലേ. അവൾ ഓരോ മൊമെൻറ്റും എങ്ങനെയായിരുന്നു ചെറിഷ് ചെയ്ത്, അവളുടെ മെമ്മറീസ് എന്തായിരുന്നു. ആ കല്യാണത്തിന് ശേഷം അവിടെ ലൈഫിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് തന്നെ തോന്നണം. ആ ലൈഫ് കൊണ്ട് എന്നെ മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എന്ത് ചേഞ്ചസ് ആണ് എനിക്കുണ്ടായത്. ഞാൻ എന്നാ ചിരിക്കാൻ മറന്നേ, എന്നാണ് എനിക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റിയത്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇന്ന് എന്നെ ചിരിപ്പിക്കുന്നില്ല, എനിക്ക് സന്തോഷം തരുന്നില്ല, ഞാൻ പീസ്ഫുൾ അല്ല, എനിക്കൊരു മനസ്സമാധാനമില്ല, എനിക്ക് എപ്പോഴും വിഷമങ്ങളാണ്, എൻ്റെ കണ്ണുനീര് തോന്നിയിട്ട് ഇതില്ല. പണ്ട് എല്ലാവരും സില്ലി കാര്യങ്ങൾക്ക് കരഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് കരഞ്ഞ് എനിക്ക് കണ്ണുനീര് വരുന്നില്ല. ആ ഒരു മൊമെൻ്റ് മുതൽ നമ്മളത് റിയലൈസ് ചെയ്യണം. ആ മൊമെൻ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട. ഓരോ കാര്യങ്ങളും എൻ്റെ പേഴ്സണാലിറ്റി ഞാനിതല്ല, എൻ്റെ സ്വത്തം എന്ന് പറയുന്നതല്ലോ, അത് ഞാനിതല്ല, ഇത് വേറെ ഏതോ പേഴ്സണാലിറ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ മോശമാണ്, ഞാൻ വളരെ എന്താ പറയുന്നത്, എന്നെ ചങ്ങലക്കിടണം, അല്ലെങ്കിൽ എനിക്കെന്തോ പ്രാന്തുണ്ട്, എനിക്കിതൊക്കെ പറയുന്ന ആ ആൾ ഞാനല്ല, ഞാനിങ്ങനെ ആയിരുന്നില്ലല്ലോ, എങ്ങനെയാണ് ഞാൻ ഈ 2 വർഷം കൊണ്ട് ചേഞ്ച് ആവുന്നത് എന്നുള്ള റിയലൈസേഷൻ കിട്ടിയാൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഈ ഇൻസൈറ്റ്സ് വരില്ല. നമ്മൾ പ്രോബബ്ലി ഇപ്പം ഞാൻ ഹാപ്പി അല്ല എന്നുള്ളത് ഇപ്പം ഇതൊരു അറേഞ്ച് മാരേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനായിട്ട് ചൂസ് ചെയ്ത ആളാണ്, അപ്പോൾ പിന്നെ മൈറ്റ് ആസ് വെൽ ജസ്റ്റ് അഡ്ജസ്റ്റ് സം മോർ, കാരണം എൻ്റെ പേരൻസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഈ കല്യാണം വേണ്ട എന്ന്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ ഷെയർ ചെയ്തില്ല എന്നിരിക്കും. ബട്ട് വെൻ ഇറ്റ് ഈസ് എൻ അറേഞ്ച് മാരേജ് യു നോ യുവർ പേരൻസ് ചോസ് ഫോർ യു. അപ്പോൾ നമുക്കറിയാം ഓക്കെ അവർ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് വേണ്ടി കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ
ഇതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയില്ല. നമ്മളത് സാരമില്ല, ഞാൻ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സാധനം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ അവരുടെ അടുത്തത് പറഞ്ഞു. അപ്പം അവരുടെ സൈഡിൽ നിന്നും കിട്ടുന്നത് അതൊക്കെ സാധാരണ മോളെ, അതൊക്കെ എന്തോന്ന്, കുറച്ച് ദേഷ്യമൊക്കെ ആണുങ്ങൾക്കുണ്ട്, ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, നിങ്ങൾ സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ദേ കൈൻഡ് ഓഫ് ഡിസ്മിസ് ഇറ്റ് ആൻഡ് ദേ ഡോണ്ട് വാലിഡേറ്റ് ഇറ്റ് ആൻഡ് അവർ പറയും ഈ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയും. അതെ, ഇതൊരു എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് സാധാരണയായിട്ട് ഈ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ എക്സ്ട്രീം ട്രോമയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ അത് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന വോയിസസ് ഒക്കെ ആണെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പേരൻസിന് മെസ്സേജ്. അപ്പം മോളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ആളുകൾ കുട്ടികൾ മരിച്ചു എന്ന് കഴിയുമ്പോഴത്തേനും ഇത് അവൻ കൊന്നതാണെന്ന് പറഞ്ഞിട്ട് കരയുന്നത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് അവരോട് ഒരു സഹതാപവും തോന്നാറില്ല. കാരണം ആ ഒരു റൈറ്റ് ടൈമിൽ ഒരു സപ്പോർട്ട് കിട്ടിയായിരുന്നെങ്കിൽ രക്ഷപ്പെടുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമായ, മോസ്റ്റ്ലി നമ്മളൊരു പെൺകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അത് ദേ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്കറിയാം പെൺകുട്ടികൾ എത്ര സ്ട്രോങ് ആണ്. നമ്മൾ ക്ലാസ് റൂമിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ഓഫ് ദ റാങ്ക് ഹോൾഡേഴ്സും പെൺകുട്ടികളായിരിക്കും അല്ലേ. ഏറ്റവും ആക്റ്റീവായിട്ട് സ്കൂൾ മൊത്തം ഓടി നടന്ന് എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്ന സൈഡുകളിലെല്ലാം ഒരു ടെൻഷനും ഇല്ലാതെ ഹാൻഡിൽ ചെയ്തതും പെൺകുട്ടികളായിരിക്കും. ഒരു കുടുംബം പോകണമെങ്കിലും നമ്മളറിയുന്ന എന്തോരം ട്രാൻസിഷൻസ് നടക്കുന്ന അല്ലേ. നമ്മളുടെ വീടും നമ്മുടെ റൂമും നമ്മുടെ കംഫർട്ടും എല്ലാം വിട്ടിട്ട് ഒരു വേറൊരു ഫാമിലി പോയി അവരുമായിട്ടെല്ലാം അഡ്ജസ്റ്റിങ് അല്ലേ, അവരുടെ ഹാപ്പിനെസ്സിനും അവരുടെ കൾച്ചറിനും അനുസരിച്ച് മാറാൻ. പിന്നാണ് പല ഹോർമോണൽ ചേഞ്ചസും നമ്മൾക്ക് ഓരോ സ്റ്റേജിലും വരുന്നുണ്ട്. അതിനെ എല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാനും പിന്നാണ് കുട്ടികളുണ്ടാവുന്നു. ആ സമയത്തുള്ള നമ്മുടെ ഹോൾ ബോഡിയാണ് അവിടെ ചേഞ്ച് ആവുന്നത്, നമ്മളെ തന്നെ മാറ്റിയെടുക്കുകയാണ്. അതിനെയെല്ലാം നമ്മൾ വെൽക്കം ചെയ്യാനും എല്ലാം റെഡി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റീനെയാണ് ഇത്രയും സ്കില്ലുള്ള ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടികളെയാണ് ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെയും വിചാരണ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് വന്ന കേസസിലൊക്കെ ഞാൻ കമൻറ്റിലോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്ന ഓരോരുത്തരൊക്കെ അവൻ്റെ വേർഷനൂടെ കേൾക്കാം, അവൻ പറയുന്നതിലും ശരിയുണ്ടാവും. അപ്പം ഞാൻ അന്നേരം ഓർക്കുക, മരിച്ചു. അതായത് എൻ്റെ ജീവിതം എനിക്ക് കുഞ്ഞുങ്ങൾ വരെ ഉള്ള ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത ആൾ മരിച്ചു. ആ മരിച്ചതിനെയാണ് ജഡ്ജ്മെൻ്റലായിട്ട് നമ്മുടെ സൊസൈറ്റി പറയുന്നത്. അപ്പോൾ ഇനിയുള്ളതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പ് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത പോലെ സ്കൂളുകളിലൊക്കെ ഇതിന് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്നോട് പറഞ്ഞൊരു കാര്യമായത് അല്ലേ, എങ്ങനെ ഇമോഷണലി ഇൻ്റലിജൻറ്റ് എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ഇതാണ്, ആ പേഴ്സണാലിറ്റി ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എൻ്റെ എല്ലാ ഏജിലും ജീവിക്കാൻ കഴിയണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എസെൻസ് എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവിടെ എൻ്റെ വീട്ടുകാർ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അപ്പോഴും ഞാൻ തല ഉയർത്തി നിന്നിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഫുഡ് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഈ ഫുഡിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ടാവും. അതാണ് എൻ്റെ എസെൻസ്. അവിടെ തൊട്ട് തുടങ്ങുവാണ് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, എൻ്റെ പ്രോബ്ലം സോൾവിങ്, എല്ലാ സ്കിൽസും ഞാൻ അവിടെ ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പിംഗ് സ്കിൽസ് എല്ലാം ഏതോ ആളുടെ മുമ്പിലങ്ങ് അടിയറവ് വെക്കുക. അവർ പറഞ്ഞ് നമ്മളെ കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് ചെയ്യുക, നീ ഇതൊന്നും ഫിറ്റല്ല, നീ കരുതുന്ന പോലെ ഒന്നുമല്ല, നീ ഭയങ്കര മോശം. പ്രോബബ്ലി അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചിലപ്പം അതായത് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ, പഠിക്കാൻ മിടുക്കര്, അവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് മിടുക്കര്, ഭയങ്കര സ്മാർട്ട് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പിള്ളേർ കല്യാണം കഴിയുമ്പോൾ ഒരു ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒതുങ്ങുന്നു. പിന്നെ അവരെ നമ്മൾ ഇത് പണ്ടുണ്ടായിരുന്ന കുട്ടിയാണോ ഇത്, നമ്മൾ പറയും അവരുടെ സ്പാർക്ക്, ആ സോളിൻ്റെ സ്പാർക്ക് അങ്ങ് പോയി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഇല്ലാതെ ആയിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതായത് ആ കുട്ടികളില്ല, ആ കുട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാളും അവരുടെ ഫാമിലി, മോസ്റ്റ് ഓഫ് ദ കേസസ് ഫാമിലിയുണ്ട്, അവരിറങ്ങി പുറപ്പെട്ടേക്കുക അല്ലേ. അതിനെ ആ പേരൻസിനൊരു, അവരുടെ സ്വന്തം പേരൻസിനൊരു മേജർ റോളുണ്ട്. പക്ഷേ നമ്മൾ അതും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എൻ്റെ അടുത്ത് വരുന്ന കേസസും കൂടെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, മാം ഡോക്ടറെ എനിക്കറിയത്തില്ല, എനിക്കറിയാം അവൻ ഫ്രോഡാണെന്നുള്ളത്, എൻ്റെ മോളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇപ്പം എങ്ങനെ ഫ്രോഡാണെന്നുള്ളത് അത് അവക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മോൾ ഇതല്ല, ഞങ്ങളുടെ മോള് ഹാപ്പിയല്ല, ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് ഒഴിവാക്കി തരാമോ?
അപ്പം ഞാൻ അവരോട് ആൻസർ ചെയ്യും, ഇതിനെ ഒഴിവാക്കുന്നതല്ല എൻ്റെ ജോലി, അല്ലേ? എനിക്ക് ആ കുട്ടീനെയാണ് കേൾക്കേണ്ടത്. അപ്പോഴാ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് റെഡ് ഫ്ലാഗ്സ് മാത്രമേ കാണാനും കേൾക്കാനും ഉള്ളൂ. പക്ഷേ അപ്പോഴും അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരൻസ് ഏർപ്പാടാക്കിയ ആളായിട്ടായിരിക്കും എന്നെ കാണുക. ഈ കുട്ടി എന്നെ ആയിരിക്കും വില്ലത്തിയായിട്ട് കാണുന്നത്. പിന്നെ ഒരുപാട് ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് അതായത് സൂയിസൈഡിന് വരെ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടികൾ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ട്, ഡോക്ടറെ എനിക്ക് മനസ്സിലായി അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു, അല്ലെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു, അങ്ങനെ വന്ന കേസസ് ഉണ്ട്. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ജേർണി ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഈ കുട്ടികൾ ഈ ട്രോമ ബോണ്ടിങ്ങിൽ അങ്ങ് പെടുവാണ്. ഇവർ കാണുന്ന ഈ കളർഫുൾ വേൾഡിൽ, അതായത് സൊസൈറ്റിക്കാണ് ഒരു മേജർ റോള്. അതായത് നമ്മുടെ നാട്ടിൽ സൊസൈറ്റി പഠിപ്പിച്ചേക്കുന്ന അങ്ങനെയാണല്ലോ, ഒരു സെർട്ടൺ ഏജ്, അത് കഴിഞ്ഞാൽ കല്യാണം, പിന്നെ കുട്ടികൾ, അങ്ങനെ തിരിച്ചു പോകുന്നവരെ വെൽക്കം ചെയ്യുന്നതേ അല്ല നമ്മുടെ നാട്. അത് എന്നാൽ കല്യാണത്തിനെയും മരണത്തെയും സെലിബ്രേറ്റ് ചെയ്യും. സത്യം. കാരണം ഞാനിത് ഓൺ എയർ സംസാരിച്ചപ്പോഴും എൻ്റെ ഒരു ലിസണർ മെസ്സേജ് അയച്ചത്, മായ നിങ്ങൾക്കിപ്പം വിട്ടിട്ട് പോകാനൊക്കെ പറയും, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു വല്ലതും പോയാൽ എല്ലാം കൂടെ കഴിഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് കെട്ടിപ്പറിക്കും നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള ചുറ്റുമുള്ള ആൾക്കാർ മുഴുവനും കിടന്ന് കുശുകുശുക്കാൻ തുടങ്ങും. അവർ അത് പറയും ഇത് പറയും, അയ്യോ വിട്ടിട്ട് വന്നതാ. സോ ഈ സമൂഹം എന്ത് പറയും എന്നുള്ളത് എന്നും എല്ലാവരെയും ബേർഡൻ, എല്ലാവരെയും ഇങ്ങനെ ബോഗ് ഡൗൺ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി ഫോർ എ woman to just go out there and decide to just step out of a marriage. Another thing is, അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ സൊസൈറ്റി കാണുന്നത് ഓക്കെ ഷീസ് അവൈലബിൾ എന്നുള്ളൊരു ടാഗും കൂടി വരുന്നില്ലേ ഇതിൻ്റെ? അതെ അതെ, വെരി ഇമ്പോർട്ടൻറ്റ്. അത് മീൻസ് ഒരു സേഫ്റ്റിയും അവർക്കില്ല. പലപ്പോഴും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി വെച്ച് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. കാരണം അതുവരെ ചിരിച്ചും കളിച്ചും നടന്നിരുന്ന പെൺകുട്ടികൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് വരുമ്പോൾ ആരും ഞാൻ അവൈലബിൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവളൊരു ഫേക്ക് ഗൗരവം കൊണ്ടുവരിക. പല സ്ഥലങ്ങളിലും ഇപ്പം മെൻ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവാണ്ടിരിക്കുക. പീപ്പിൾ ഹാവ് നോ ഷെയിം. They come to you and ask you on your face. ഡയറക്ട്ലി ചോദിക്കുക, എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് തന്നെ ചോദിക്കുന്ന പെൺകുട്ടികളാണ്. അതവരെ ട്രോമറ്റൈസ് ആക്കുവാണ്. അവരെ എത്രത്തോളം മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നറിയോ? അപ്പോൾ ഡിവോഴ്സ് നടന്നു, ഓക്കെ, അപ്പം തന്നെ ആങ്ങളമാരും ചേട്ടന്മാരും എത്തുവാണ് നമ്മുടെ അവരുടെ വീട്ടിലെ ഭാര്യമാരോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഗുഡ് മോർണിംഗ് പോലും പറയാത്തവർ അന്ന് തൊട്ട് തുടങ്ങും. സുഖമാണോ, കഴിച്ചോ, ഉറങ്ങിയോ, വിഷമമുണ്ടോ, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തൊട്ട് പാമ്പറിങ് സ്നേഹവും 4 വശത്തുനിന്നും കോരിക്കൊടുക്കാനാണ്. ആവശ്യമില്ലാത്ത കുറെ സ്നേഹവും അതാണ്. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഒരു വളരെ ബോൾഡ് ഒരു ഫേസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, ഇതിനെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ എങ്ങനെയാണ് അതിനുള്ളൊരു ടിപ്പ് കൊടുക്കുന്നത്? ഉറപ്പായിട്ടും ഇപ്പം മോസ്റ്റ്ലി നമുക്ക് ഇവരെ ഒന്നും ഷട്ട് ചെയ്യാൻ പറ്റത്തില്ല. മായ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെ എല്ലാം സൈലൻ്റ് ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നടക്കില്ല. അവരുടെ ചോദ്യങ്ങളും അവരുടെ ആൻസേഴ്സും അവർ തേടിക്കൊണ്ടേയിരിക്കും, ഈ സമൂഹവും ചുറ്റിനുള്ളവരും. അപ്പോൾ അവരെയെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നടക്കില്ല. സോ ആകെ ചെയ്യാവുന്നത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും അവരുടെ പേർപ്പസ് കണ്ട് അവരുടെ വിഷനിലോട്ട് ഫോക്കസ് ചെയ്ത് സക്സസ്ഫുള്ളായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ജീവനോടുണ്ട്, അതാണ് സത്യം. കാരണം ന്യൂസുകാർക്ക് ഒന്നും സംസാരിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത ഒരു ടോപ്പിക് ആകുന്നില്ല. അവർ ബ്രേവായിട്ട് കറേജിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്ത ആളുകളുണ്ട്. നമുക്ക് നോക്കേണ്ടത് ആ മോഡലിംഗ്. നമുക്ക് മോഡലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ ആളുകളിലേക്ക് നമുക്ക് നോക്കാം. അല്ലാതെ ഈ വോയിസസിനെ എല്ലാം ഷട്ട് ചെയ്തിട്ട് അത് നടക്കത്തില്ല. അതിന് പകരം നമ്മുടെ തന്നെ ഒരു സെൽഫ് വർത്ത് എന്താണെന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ ഓരോ മൊമെൻറ്റും അറിയുക. ഞാൻ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സൊല്യൂഷനും കാണുക. അതിന് ഒരു ജഡ്ജ്മെൻ്റൽ അല്ലാത്ത ഒരു പബ്ലിക്കിനെ നോക്കി അത് നടക്കില്ല. അതിന് പകരം എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ പേർപ്പസ് എന്താണ്, നമ്മുടെ ഈ വിഷൻ അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റിവിറ്റിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം, റീഫ്രെയിം ചെയ്യാം വിത്ത് ന്യൂ ഇമേജസ്. അതിനെങ്ങനെയാണ് നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ പേർപ്പസും നമ്മളിൽ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്തിനെ മനസ്സിലാക്കുക, റെസിലിയൻസ് സ്കിൽസ് കൊണ്ടുവരിക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.
പിന്നെയും നമ്മുടെ ലൈഫിൽ നമുക്കൊരു നല്ലൊരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മെന്നും അങ്ങനെയല്ല. അല്ലേ? അതെ, അബ്സല്യൂട്ട്ലി 100%. സി, നമ്മൾ ഒരിക്കലും ഒരു കാര്യം പറയുമ്പോൾ ഈവൻ ഫോർ ദാറ്റ് മാറ്റർ നമ്മളിപ്പോൾ ഇതിനകത്ത് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെങ്കിൽ അറ്റ് ദ സെയിം ടൈം ദർ ആർ ലോട്ട് ഓഫ് മെൻ ഹു ഗോ ത്രൂ എ ലോട്ട് ഓഫ് ട്രോമ. സീരിയസ്ലി വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. സോ ഇത് രണ്ട് വശമുണ്ട്. പക്ഷേ ഈ ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് നമ്മൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ്. ബിക്കോസ് മെൻ ആർ മോർ സ്ട്രോങ്. അപ്പം അടിക്കുകയും ഇടിക്കുന്നതും ഒക്കെ നമ്മൾ ഭർത്താക്കന്മാരാണ് കൂടുതലും ഈ സ്ത്രീകൾക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അടികൊള്ളുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം ഒരു ഇതെടുത്ത് നോക്കുവാണെങ്കിൽ, ഒരു റേഷ്യോ എടുത്ത് നോക്കുവാണെങ്കിൽ സ്ത്രീകളാണ് ഈ അബ്യൂസിന് മെയിനായിട്ടും വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ എനിക്കറിയാം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു കോൺവെർസേഷനകത്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ സർട്ടൻ തിങ്സ് ദറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ആ റെഡ് ഫ്ലാഗ്സ്, നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എല്ലാവരും എപ്പോഴും കാണേണ്ടതാണ്. നമ്മളെ ചിലപ്പോൾ അഹങ്കാരി എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യുമായിരിക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഫോർ യു ടു പ്രൊട്ടക്റ്റ് യുവർ സാനിറ്റി. ആ ടാഗ് വീണാലും ഓക്കെ എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പെൺകുട്ടികൾ അഥവാ സർവൈവ് ചെയ്തെങ്കിൽ കൂടി ഇതേപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും. പ്രോബബ്ലി ദേ ഹവ് സർവൈവ്ഡ് ഡിവോഴ്സസ്, ദേ ഹവ് സർവൈവ്ഡ് എ വെരി ടോക്സിക് റിലേഷൻഷിപ്പ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു മെസ്സേജ് വായിച്ച പോലെ അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അത്രയും വർഷം ജീവിച്ചു, ഒരു കുഞ്ഞുണ്ടായി, ചിലപ്പോൾ ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ചിലപ്പോൾ ഭർത്താവിൻ്റെ അതേ ഫേസ് കട്ടായിരിക്കും. എവറി സിംഗിൾ ഡേ you are reminded of that person. Correct. So it is a huge trauma. It's a wound that cannot be healed in couple of years maybe. അത് വർഷങ്ങൾ എടുക്കുമായിരിക്കും. അതെ. സോ ഹൗ കെൻ എ പേഴ്സൺ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ വളരെ ഇമോഷണൽ അബ്യൂസ് സഹിച്ച ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ഹീൽ ചെയ്യാൻ സാധിക്കുക? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനുമായ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ചില കേസസിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവോഴ്സ് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി വേറൊരു റിലേഷൻഷിപ്പിലോട്ട്, ഒരു മാരേജിലോട്ട് പോകുന്നു. അതായിരിക്കും ഏറ്റവും ടോക്സിക് ആയിട്ട് പോകുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇവരായിരിക്കും ടോക്സിക് ആവുക. കാരണം ഇവരായിരിക്കും, അതായത് ഇദ്ദേഹം വാ തുറക്കുമ്പോഴത്തേനും ഇവരായിരിക്കും ചിന്തിക്കുക, അതുമായിട്ട് പല സിമിലാരിറ്റി ട്രിഗർ ചെയ്യും ഓരോ കാര്യങ്ങളും. അങ്ങനെ ചിലപ്പോൾ അല്ലാതെ പോലും ഇവർ പല അബദ്ധങ്ങളും ആ സമയങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ ആരുടെയെങ്കിലും അടുത്ത്, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച്. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ട്രോമ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുക, അല്ലേ? ഓരോ ഇൻസിഡൻസും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ഇമോഷൻസ് ഇട്ട കാര്യമാണ്, അത് ഫ്രെയിംഡ് ആണ്. അതിനെ മറക്കൽ എന്നൊക്കെ പറയുന്ന കള്ളത്തരമാണ്. അതിന് വരെ നമുക്കതിനെ റീഫ്രെയിം ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഓരോ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അന്ന് പെയിൻ അനുഭവിച്ച പോലല്ല വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതേപോലെ ആ സിറ്റുവേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് അതിൽ നിന്നുള്ള ലേണിങ്ങും ഇനി എന്തായിക്കൂടാ, എന്താകണം എന്നുള്ള ലേണിങ്ങും വെച്ചിട്ട് നമ്മളതിനെ റീഫ്രെയിം ചെയ്യാൻ അവരോട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് മാത്രമേ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാവൂ. അല്ലെങ്കിൽ ഇവരായിരിക്കും കൂടുതൽ, കാരണം അതർ പാർട്ടി ചിലപ്പോൾ ഇതൊന്നും ഫേസ് ചെയ്തായിരിക്കത്തില്ല. അവരൊരു നോർമലായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഇവർക്കത് ഒഫൻഡഡ് ആയിട്ട് തോന്നും. കാരണം എന്താ, അന്ന് ആ റിലേഷൻഷിപ്പിൽ ഞാൻ അങ്ങനെ പറയായിരുന്നു, അവനോട് ഇങ്ങനെ ചെയ്യായിരുന്നു, ഞാൻ എന്തിനങ്ങനെ അനുഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഇവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും ജീവിതകാലത്തേന്. അപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം ആൻസർ കൊടുക്കണം. ആ ആൻസർ കൊടുത്താൽ മാത്രമേ ഇവർക്ക് മൂവ് ഓൺ ചെയ്യാനും ഒരു ബെറ്റർ ആകാനും പറ്റുള്ളൂ. സോ എനിക്ക് ആ ഒരു ആസ്പെക്റ്റിൽ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നമുക്ക് സ്വയമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളതിനെ സബ്സൈഡ് ചെയ്യുവാണ്, വെറുതെ ഒരു സൈഡിൽ എവിടെ ഒതുക്കിയിടുക. അത് എപ്പോഴെങ്കിലും നാഗവല്ലിയുടെ കൂട്ടി ഇങ്ങനെ പുറത്തു വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ എടുക്കുന്നത് ചിലപ്പോൾ കുട്ടികൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. ആ ട്രോമ പേര് നടക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. കാരണം പിന്നെ കുട്ടികൾ ഓർക്കും അമ്മ ഇത്രയും അനുഭവിച്ചതല്ലേ, അമ്മയുടെ വിഷമങ്ങളായിരിക്കും. എന്നിട്ട് കുട്ടി തന്നെ ഒരു പേരുണ്ടാകും, അമ്മേനെ സമാധാനിപ്പിച്ച് കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുന്നത് ഒരുപാടുണ്ട്. അങ്ങനെയായിരിക്കും വേറൊരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നതും. ആ റിലേഷൻഷിപ്പും കൂടെ പോയി കഴിഞ്ഞാൽ നാണക്കേടും എല്ലാം ഓർത്തിയിട്ട് പിന്നെ ആ രണ്ടുപേരും അതിനകത്ത് കിടന്നങ്ങ് അനുഭവിക്കും, നരകിച്ച് ജീവിക്കും. അങ്ങനത്തെ എത്ര കേസസാണ് ഞാൻ കാണുന്നതെന്നറിയോ ഓരോ ദിവസവും.
എനിക്ക് ആക്ച്വലി ഇതിനകത്ത് ചോദിക്കാൻ ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൊണ്ട് സങ്കടം ഡോക്ടർ എങ്ങനെയാണ് എടുത്തുന്നത് മാറ്റി വെക്കുന്നത്, ഡോക്ടറിന് എങ്ങനെയാണ്, ഹൗ ഡു യു സ്റ്റേ ബാലൻസ്? നമ്മളിതാ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ പല പല കേസസിലും എല്ലാവരും ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10 പേരെയൊക്കെ കാണും. 10 പേരെ കാണണമെങ്കിൽ 20 മണിക്കൂറും എടുക്കും. അപ്പോൾ എന്നിട്ട് അഗെയിൻ സെയിം റുട്ടീൻ രാവിലെ തൊട്ടുണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എന്നിട്ട് എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? പക്ഷെ നമ്മൾ അതാണ് പഠിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും സിമ്പത്തറ്റിക് ആവില്ല. സിമ്പതി ആകുമ്പോൾ ഞാനും അവരുടെ കൂടെ കരയുവാണല്ലോ, അപ്പോൾ ഞാനും അവരെ എംപ്രേസ് ചെയ്യുക ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ തേർഡ് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അയൽവക്കത്തെ ഒരാൾ വന്നിട്ട് നമ്മുടെ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ആ ഇൻറ്റൻസിറ്റിയിലല്ലല്ലോ കാണുന്നത്. ആ തേർഡ് പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഒരു ഡിസോസിയേഷനാണ് വരുന്നത്. എന്നാൽ ഞാൻ എംപത്തറ്റിക്കുമാണ്. അപ്പോൾ എനിക്ക് ആ പെർസ്പെക്റ്റീവിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനും സൊല്യൂഷൻ തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോകാനും. ഈ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇഫ് യു റിഫ്ലെക്റ്റഡ് ഓൺ ദ തിങ്സ് ഇറ്റ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്റ്റക്കാണ്, ഞാൻ ഇമോഷണലി അതിൽ ബൗണ്ടപ്പ് ആയി കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു റീച്ച് ഔട്ട് ടു അസ്. ലൈക്ക് ഡോക്ടർ ഇസ് ഓൾവേസ് അവൈലബിൾ ഫോർ യു ആൻഡ് യു കെൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു യുവർ ഫ്രണ്ട്സ്, ഫാമിലി. പക്ഷേ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇൻസൈറ്റ്, കിട്ടേണ്ട ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ പ്രൊഫഷണൽ പേഴ്സൺ ഔട്ട് ഹിയർ ഹു ഇസ് റെഡി ടു ഹെൽപ്പ് യു ഔട്ട് ആസ് വെൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അഥവാ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നമ്മൾ സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ റൈറ്റ് ടു us. My email ID is maya@arn.ae. Hit 96.7 FM.